യാക്കോബിന്റെ ലേഖനമാണ് നമ്മൾ കഴിഞ്ഞ ചില മെസ്സേജുകളിലൂടെ ഞാൻ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ 4-ാം അധ്യായത്തിലാണ് ഇന്ന് നാം എത്തി നിൽക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിന്റെ പൊതുവിഷയം ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. പൊതുവെ നാം പറയും വിശ്വാസം പ്രവൃത്തിയിൽ, അതാണ് യാക്കോബിന്റെ ലേഖനത്തിലൂടെ വിശദീകരിച്ചിട്ടുള്ളത്. അത് ശരിയാണ്. എന്നാൽ അതിനേക്കാൾ നമുക്ക് നൽകുന്ന പ്രബോധനം എന്ന് പറയുന്നത് ആത്മീക പക്വതയുള്ളവരാകുക എന്നുള്ളതാണ്. ബി മച്വർ എന്നുള്ളതാണ് യാക്കോബിന്റെ ലേഖനത്തിന്റെ ആഹ്വാനം. അത് സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ്. അപ്പൊ ആത്മീയ പക്വതയോട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പ്രാരംഭ സന്ദേശത്തിൽ ഓർപ്പിച്ചു. പിന്നീട് ഈ കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ നിന്നായി ആത്മീയ പക്വതയുടെ ചില അടയാളങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. ഉയരത്തിലെ ജ്ഞാനം പ്രാപിച്ച് അതിനെ എങ്ങനെ നമ്മൾ നേരിടുന്നു, അത് ആത്മീയ പക്വതയുടെ ഒരു ലക്ഷണമാണ്. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആത്മീയ പക്വതയുടെ ഒരടയാളമാണ് ദരിദ്രരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്. ദരിദ്രരായ ആളുകളെയും സമ്പന്നരെയും കണ്ടാൽ രണ്ടുപേരോടും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടു മുഖപക്ഷം കാണിക്കരുത്, കാണിച്ചാൽ അത് പാപമാണ്. അങ്ങനെ തന്നെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ട വിഷയം നാവ് സൂക്ഷിക്കുന്നതിലൂടെയാണ് ആത്മീയ പക്വത വെളിപ്പെടുന്നത്, അല്ലെ? നമ്മുടെ വാക്കുകളിലൂടെ, നാവിന്റെ ഉപയോഗത്തിലൂടെ. അപ്പം നാവിന്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് 4-ാം അധ്യായത്തിലെ വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ആ 4-ാം അധ്യായത്തിലെ വിഷയത്തെ പ്രാരംഭത്തിലെ 2 വാക്യം വായിച്ച് ഞാനൊന്ന് അവതരിപ്പിച്ച് അതോട് ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നൽകാം. 4-ാം അധ്യായത്തിന്റെ ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 and 2, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. നിങ്ങളിൽ ശണ്ഠയും കലഹവും ഇവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. 3-ാം വാക്യം കൂടെ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. 4-ാം അധ്യായം തുടങ്ങുന്നത് ശണ്ഠയും കലഹവും എവിടെ നിന്ന് എന്ന് ചോദിച്ചുകൊണ്ടാണ്. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും 14 മുതലുള്ള വാക്യങ്ങളിൽ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കും എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഈ ശണ്ഠയെയും കലഹത്തെയും കുറിച്ചൊക്കെയാണ് അവിടെയും പറഞ്ഞു വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 4-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് ശണ്ഠയും കലഹവും ഉണ്ടാക്കുന്നവരുടെ കാര്യമാണ്. എന്താ ഈ ശണ്ഠയും കലഹവും ഒക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള വാക്കുകളാണ്. ഞാൻ വളരെ ലളിതമായിട്ടങ്ങ് പറയാം, അല്ലെ? ഇതുപോലത്തെ വാക്കുകളൊക്കെ ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ ഈ ശണ്ഠയും കലഹവും എന്ന് പറഞ്ഞ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഞാനത് ഇങ്ങനെ പറയട്ടെ, നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, അതാണ് അവിടുത്തെ വിഷയം. 4-ാം അധ്യായത്തിലെ വിഷയം അതാണ്. വലിയ കാര്യമായ കാരണമൊന്നുമില്ല, പക്ഷേ ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുക. ഇത് ആത്മീയ പക്വതയുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ആത്മീയമായിട്ട് ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്യും, ഒരുപക്ഷെ നേതൃസ്ഥാനത്തൊക്കെ കാണും, അറിയപ്പെടുന്ന ആളൊക്കെ ആയിരിക്കും. പക്ഷെ ആളിന് വലിയ വിഷയമൊന്നും വേണ്ട, ചെറിയ കാര്യം മതി ഒരു വഴക്കുണ്ടാക്കാൻ. അത് ആത്മീയ പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ്. നമുക്കറിയാം അങ്ങനെ പലരെയൊക്കെ ഒരു പക്ഷേ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചോദിച്ചു പിടിച്ചു പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയുമല്ലോ, എന്നായിരുന്നു കാരണം ചോദിച്ചാൽ പറയും ഒന്നുമില്ല, വെറുതെ ഉള്ളി പൊടിച്ച പോലെയേ ഉള്ളൂ, അല്ലെ? അങ്ങനെ ഒരു സാദൃശ്യം തന്നെ നമ്മൾ പറയും, ഒന്നുമില്ല. നമ്മളത് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകത്തക്ക ഒരു കാരണവുമില്ല. പക്ഷെ അതും ഒരു പ്രശ്നത്തിന്, അതും ഒരു വഴക്കിന് കാരണമായി. ശണ്ഠയും കലഹവും കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ പെരുമ്പാവൂർ GTCയോട് ബന്ധപ്പെട്ട് പല പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്ന വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ, ക്രൂസ് ഉൾപ്പെടെയുള്ള വലിയ യോഗങ്ങളും ഗ്രാജുവേഷനൊക്കെ വലിയ ഫങ്ഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മിക്കവാറും ഒത്തിരി ആളുകൾ കൂടുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓരോരോ സബ് കമ്മിറ്റീസ്. അതിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അതിനകത്ത് ഇച്ചിരി താല്പര്യമുള്ള, അല്ലെങ്കിൽ ഓരോ ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ചേരുവകൾ എത്രമാത്രമാണെന്നൊക്കെ അറിയാവുന്ന അങ്ങനെയുള്ള ആളുകളെയൊക്കെ ചേർത്താണ് ഒരു ഫുഡ് കമ്മിറ്റി. ഓരോ ദിവസം അതിന്റെ ഒരു കമ്മിറ്റി കൂടുക, ഒരു പ്രോഗ്രാമിന്റെ ഫുഡ് കമ്മിറ്റി കൂടുക. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു
പച്ചമുളക് ഇത്ര വേണം, ലസ്മോള ഇത്ര വേണം, ഇങ്ങനെ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ സാധാരണ അധികം ഒന്നും സംസാരിക്കാത്ത ഒരു സഹോദരൻ, ആരോടും അധികം സംസാരിക്കത്തില്ല, എന്നാൽ നല്ലൊരു സഹോദരനാണ്. മുൻപിലൊന്നുമില്ല എന്ന് പറയാൻ, ഒരു പ്രവർത്തനത്തിന്റെ മുമ്പിലോട്ടൊന്നും വരത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പിന്നിൽ നിന്ന് മാത്രം സഹകരിക്കുന്ന ഒരാള്. അദ്ദേഹം ഏതോ ഒരു ഐറ്റം അത് ഇത്രയും പേർക്ക് ഇത്ര വേണം എന്ന് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞു. അത് കേട്ടിരുന്ന വേറൊരാൾ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, അത് കൂടുതലാണ് എന്ന് പറഞ്ഞു. ഇത് മതി അദ്ദേഹത്തിന് പ്രശ്നമായി. അദ്ദേഹം ആ മീറ്റിങ്ങിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് ചോദിച്ചു പറയാം, ഞാൻ ഇത്രയും നാളായിട്ട് അധികം ഒന്നും പറഞ്ഞിട്ടില്ല, ആകെ ഞാൻ എഴുന്നേറ്റ് ഒറ്റ കാര്യം പറയുള്ളൂ, അത് നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെ ഞാൻ എന്തിനാ അതിനകത്ത്, മനസ്സിലായല്ലോ. അധികം ഒന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ആകെ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞ സവോള 5 കിലോ വേണം, അപ്പൊ മറ്റേ ആളെ പറഞ്ഞ 5ന്റെ ആവശ്യമില്ല, നമുക്ക് 4 മതി, അത് മതി. അദ്ദേഹം അത് വലിയ പ്രശ്നമാക്കി ഇറങ്ങിപ്പോയി. പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇന്ന് വരെ ഞാൻ കമ്മിറ്റി വന്നിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല, ആകെ എന്റെ ജീവിതത്തിൽ ഒരു അഭിപ്രായം ഇതാ പറഞ്ഞത്, അത് നിങ്ങൾ അംഗീകരിച്ചില്ല, പിന്നെന്തിനാ? പിന്നെ ആ ആളെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കാല് പിടിച്ചിട്ടും വന്നില്ലെന്ന് തന്നെയല്ല, ആ പ്രോഗ്രാമിനും വന്നില്ല. അപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങളത് വിദഗ്ധമായിട്ടൊക്കെ ഇടപെട്ടത് കൊണ്ട് അത് വഴക്കായി തീർന്നില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം അതിൽ നിന്ന് മാറി. പിന്നെ വർഷങ്ങളോളം GTC ആയിട്ട് അദ്ദേഹം സഹകരിക്കുകയില്ലായിരുന്നു. അതും പിന്നീട് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമാണ്. എന്താ പ്രശ്നം ചോദിച്ചാൽ എന്തേ ഉള്ളൂ, പറയാൻ വല്ലതും ഉണ്ടോ? ഇവിടെ ഇത് തന്നെയാണ് യാക്കോബിന്റെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ആ അനുഭവത്തിൽ വന്ന ഒരു നിസാര വിഷയം ഒന്ന് ഓർപ്പിച്ചത്. ചണ്ടയും കലഹവും ഉണ്ടാക്കുക, അത് കാരണമൊന്നുമില്ല, നിസാര കാരണങ്ങൾക്ക് വേണ്ടി ആത്മീക പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ്. എന്താ ഈ യാക്കോബിന്റെ ലേഖനത്തിന്റെ ആഹ്വാനം? ബി സ്പിരിച്വലി മച്ചുവർ, ആത്മീക പക്വതയുള്ളവരായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പം ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കേണ്ടി വരും, ചിലതൊക്കെ കേട്ടില്ലെന്ന് വെക്കേണ്ടി വരും, ചിലതിനൊക്കെ ചാടിക്കേറി പ്രതികരിക്കാതിരിക്കേണ്ടി വന്നെന്ന് വരാം. ഇങ്ങനൊക്കെ നാം ആത്മീക പക്വതയുള്ളവരായി മുൻപോട്ട് പോകണം. അതിനാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ വരെ ഈ യാക്കോബിന്റെ ലേഖനത്തിലൂടെ എഴുതി നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളതാണ്. ഇനിയും ഇവിടെ ഈ 4-ാം അധ്യായം മുഴുവൻ നമ്മൾ വിശദമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇന്നുള്ള സമയം പോരാ. അതുകൊണ്ട് ഞാൻ ചില ആശയങ്ങൾ മാത്രം വലിയ വിശദീകരണം കൂടാതെ പറയാം. എന്തുകൊണ്ടാ ഇങ്ങനെ ചണ്ടയും കലഹവും ഒക്കെ ഉണ്ടാകുന്നത്? അതിന്റെ ഒരു കാരണം 3-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 14-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ. പിന്നീട് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ വിശദീകരണമാണ്. 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ വരെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ അതിങ്ങനെ പറയട്ടെ, അത് മുഴുവൻ വായിച്ച സമയം കൂടുതൽ എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ മുഴുവൻ വായിക്കാത്തത്. എന്തുകൊണ്ടാണ് ചണ്ടേക്കലം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമെന്ന് അവിടെ പറയുന്നു. ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും വെച്ചോണ്ടിരിക്കുക. അല്ലെ, ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, ഒരാളോട് എനിക്ക് ഹൃദയത്തിൽ അല്പം കയ്പ് വെച്ചുകൊണ്ടിരിക്കുക, പുറമേ ഒന്നും കാണിക്കുന്നില്ല, ആ ആളിനോട് എൻ്റെ ഉള്ളിൽ ഒരല്പം ഇഷ്ടക്കേടുണ്ട്, ആ ആളിനോട് ഒരല്പം കയ്പ് എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കാണുമ്പോൾ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല, ആളോട് ഇങ്ങോട്ട് പറയുന്നുമില്ല. അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ എന്താ വചനം പറയുന്നതെന്ന് അറിയാമോ? ഒരവസരം കിട്ടുമ്പോൾ ആളിനെതിരെ പ്രശ്നമായിട്ട് എഴുന്നേൽക്കും. അപ്പൊ അവസരം കിട്ടാഞ്ഞിട്ടാ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചണ്ടയും കലഹവും ഉണ്ടാക്കുന്നത്? അതിന്റെ ഒരു കാരണം ഇവിടെ പറയുന്നു. ഉള്ളിൽ ചണ്ടയും കലഹവും, ചണ്ടയും കലഹവും വരാൻ കാരണം ഉള്ളിൽ ഈർഷ്യവും ശാഠ്യവും വെച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു വിശേഷണം കൂടെ കൊടുത്തിട്ടുണ്ട് ഈർഷ്യയ്ക്കും ശാഠ്യത്തിനും. എങ്ങനെയുള്ള ഈർഷ്യയും ശാഠ്യവും എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ളതാണ്? കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ കുഴപ്പം നമുക്കാണോ മറ്റുള്ളവർക്കാണോ കൂടുതൽ? അത് ചണ്ടയും കലഹവും ആകുന്നത് ചിലപ്പോൾ നാളുകൾ കഴിഞ്ഞായിരിക്കും, പിന്നെ ഒരു അവസരം ഉണ്ടാവുമ്പോഴായിരിക്കും. അതുവരെ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുക. അതിന്റെ രുചി എന്താണ്? കയ്പ് എൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പൊ അത് എന്നെ തന്നെയല്ലേ അഫക്റ്റ് ചെയ്യുന്നത്, എന്നെ തന്നെയല്ലേ ബാധിക്കുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തെയല്ലേ ബാധിക്കുന്നത്, എൻ്റെ ആത്മീയ പക്വതയല്ലേ ബാധിക്കുന്നത്. ആ ഈർഷ്യത്തെയും ശാഠ്യത്തെയും ഇവിടെ പറയുന്നത് കയ്പുള്ളതെന്നാണ്. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഐക്യതയെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് ശാഠ്യവും ദുരഭിമാനവും ഒഴിവാക്കണമെന്ന്, അല്ലെ? നിങ്ങൾ ശാഠ്യവും ദുരഭിമാനവും കൂടാതെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. അപ്പൊ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവരോട് എന്തെങ്കിലും ഈർഷ്യ ഉള്ളിൽ കിടപ്പുണ്ടല്ലേ, എന്തെങ്കിലും
ശാഠ്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അത് കയ്പാ. അത് കിടപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളെക്കാൾ മാന്യരായി ശ്രേഷ്ഠരായി നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എന്താ വചനം പറയുന്നത്? മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാൻ കഴിയണം. ഇങ്ങനെ ഹൃദയത്തിൽ ഈർഷ്യയും പിണക്കവും, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ ഞാൻ പറയാം, കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ രണ്ട് പ്രത്യേകത കൂടെ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ്. ഒന്ന് നമ്മൾ വായിച്ച 14-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സത്യത്തിന് വിരോധമായി പ്രസംഗിക്കുകയും ഫോഷ്ക് പറയുകയും ചെയ്യാം. അതുകൊണ്ട് അത് പറയരുത് എന്ന് അവിടെ പറയുന്നത്. അതിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച്, സത്യത്തിന് വിരോധമായി എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? പ്രശംസിക്കുക. ഇനി 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് നോക്കി, നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. അപ്പൊ ഈ ഹൃദയത്തിൽ ഈർഷ്യയും പണക്കവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവര് മറ്റുള്ളവരെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ, ഈ കയ്പ് കിടപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പൊ ആരാ ശ്രേഷ്ഠൻ? അവരെക്കാൾ ആരാ ശ്രേഷ്ഠൻ? ഈ കയ്പ് കിടക്കുന്നിടത്തോളം എന്റെ ഉള്ളിലൊരു ചിന്ത, ആ ആളെക്കാൾ കേവൽ ഞാൻ തന്നെയാണ്, ആ ആളെക്കാൾ ശ്രേഷ്ഠൻ ഞാൻ തന്നെയാണ്. പുള്ളി മുഴുവൻ കുഴപ്പം പിടിച്ച ആളാ, ഞാനോ ഒരു കുഴപ്പമില്ലാത്തയാണ്. അതല്ലേ അതിലൂടെ നമ്മൾ അറിയാതെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ ഇച്ചിരി കുഴപ്പമുള്ള ആളിനോട് എനിക്ക് ഈർഷ്യയും പിണക്കവും തോന്നുന്നത്. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെയുള്ള ചിന്തയെ ഇവിടെ പറയുന്നത് അവര് പ്രശംസിക്കുന്നവരാണ്. സ്വയം രണ്ട് കാര്യങ്ങളിൽ അവർ പ്രശംസിക്കുന്നത്. ഒന്ന്, സത്യത്തിന് വിരോധമായി പ്രശംസിക്കും. രണ്ട്, വമ്പ് പറഞ്ഞ് പ്രശംസിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അല്ലെ, ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരെപ്പോഴും അവരെ തന്നെ പൊക്കി, അവരെ തന്നെ ഉയർത്തി പറയുന്നവരാണ്. അങ്ങനെ സ്വയം പ്രശംസിക്കുന്നവരുടെ പ്രശംസ ശ്രദ്ധിച്ചാൽ നമ്മളറിയാം ഈ രണ്ട് പ്രത്യേകതകളും അതിനകത്ത് കാണും. ഏതാ രണ്ട് പ്രത്യേകത? സത്യത്തിന് വിരോധമായിട്ടുമായിരിക്കും, പിന്നെ വമ്പ് പറഞ്ഞുമായിരിക്കും അവർ പ്രശംസിക്കുന്നത്. അപ്പം സ്വയം പ്രശംസ പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ വാക്കുകളിൽ ഇത് രണ്ടും കാണും. പക്ഷെ കേൾക്കുന്നവർക്ക് സത്യം അറിയാം, സത്യത്തിന് വിരോധമായിട്ടാണ് പ്രശംസിക്കുന്നത്. സ്വയം പ്രശംസിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് സത്യം അറിയാമെന്നുള്ള ചിന്തയില്ല. അത് വരുമ്പോൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുക. നീ ഈ സ്വയപ്രശംസ, അല്ലെ സത്യത്തിന് വിരോധമായ പ്രശംസയും വമ്പ് പറഞ്ഞുള്ള പ്രശംസയും എവിടെ നിന്ന് വരുന്നതാ? 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും, അടുത്ത വാക്ക് പൈശാചികവും അത്രേ. ഒന്ന് ശ്രദ്ധിച്ച്, മറ്റുള്ളവർക്കെതിരെ ഈർഷ്യവും പിണക്കവും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്? എന്താ? പൈശാചികമാണെന്നാ പറയുന്നത്. അപ്പൊ മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും കൈപ്പുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മളിപ്പോ ആരുടെ ആയുധമാണ്? നമ്മളിപ്പോ ആരുടെ ആയുധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? എന്തേ സംശയം പറയാൻ? വചനത്തിൽ എഴുതി വെച്ചിരിക്കുക ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ഉള്ളിൽ, അല്ലെ പുറമേ കാണിക്കുന്നില്ല, പക്ഷെ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്ന് അതിനനുസരിച്ച് സത്യത്തിന് വിരോധമായി വമ്പു പറഞ്ഞ് പ്രശംസിക്കുകയും ചെയ്ത് കയ്പും വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ആരുടെ ആയുധമായി പ്രവർത്തിക്കുക? അതെന്താണെന്ന് ഇവിടെ പറയുക. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. പിന്നെ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, അത് ഭൗമികമാണ്. 2, അത് പ്രാകൃതമാണ്. 3, പൈശാചികമാണ്. ഇതൊക്കെ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. ആരെക്കുറിച്ച്? ആത്മീയ പക്വത പ്രാപിക്കണമെന്നും പറഞ്ഞ് ഈ ലേഖനം എഴുതി കൊടുക്കുന്ന ആർക്കാ? വിശ്വാസികൾക്കാ. അപ്പൊ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പൈശാചികമായത് ചിന്തിക്കുന്നവരാ. വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ചില വിഷയങ്ങളല്ലേ ഇതൊക്കെ. ഒന്ന്, ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അത് കലക്കത്തിന്, ചണ്ടയ്ക്ക് കാരണമായി തീരും. ഇനി രണ്ടാമത്തത് 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. നമ്മൾ വായിച്ചത് തന്നെ, ഞാൻ അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ചണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായകൊണ്ട് കിട്ടുന്നുമില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, ഒന്നും സാധിക്കുന്നില്ല. കലഹിക്കുന്നു, ചണ്ടയിടുന്നു. എന്തുകൊണ്ട് കലഹിക്കുന്നു, ചണ്ടയിടുന്നു? ഉള്ളിൽ കയ്പുള്ളതുകൊണ്ട്, ഉള്ളിൽ ഈർഷ്യ ഉള്ളതുകൊണ്ട്. ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ യാചിക്കുകയും ചെയ്യുന്നുണ്ട്. യാചിക്കുന്നില്ലെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ചെയ്തിട്ടും യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ അവിടെ യാചിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് യാചിക്കുന്ന കാര്യമാണ്? നമ്മൾ യാചിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ സാധാരണ പറയുന്ന പ്രാർത്ഥിക്കുന്നവരാണ്, അപേക്ഷിക്കുന്നവരാണ്. ഇവിടെ എന്ത് യാചിക്കുന്ന കാര്യമാണ്?
ഞാൻ 1-ാം അധ്യായത്തിൽ തന്നെ വിശദമായിട്ടത് പറഞ്ഞത് കൊണ്ട് ഒന്ന് എടുത്തു പറഞ്ഞങ്ങ് പോകുന്നേ ഉള്ളൂ. എന്ത് യാചിക്കുന്ന കാര്യം ഇവിടെ പറയുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് ഉയരത്തിൽ നിന്ന് തരുന്ന ആ ജ്ഞാനം, അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ നമ്മുടെ രോഗം മാറ്റിത്തരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയമല്ല ഇവിടെ പറയുന്ന യാചന. അല്ലെ പണത്തിന് ബുദ്ധിമുട്ടുണ്ട് അത് തരണമെന്ന് പറയുന്ന ആ യാചനയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ ഇതിനെ നേരിടണം, ആ അറിവ് തരുന്ന ജ്ഞാനം, അതിനുവേണ്ടി നിങ്ങൾ യാചിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാത്തത്? ഒന്നാമത്തെ കാരണം പറയാ, നിങ്ങൾ ശണ്ടയും കലവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, യാചിക്കാത്തതുകൊണ്ടിട്ട് ജ്ഞാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്തു പോകാൻ ആവശ്യമായ ജ്ഞാനം സ്വർഗത്തിന് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ എന്തേ പ്രാർത്ഥിക്കുന്നത്? ആരോടാണോ പ്രശ്നം ആ ആളിനോട് നീ ഇടപെട്ടോണേ എന്നും പറഞ്ഞ് അംഗീകരിച്ചു കൊടുക്കുക. അത് പ്രതികാരത്തിന്റെ പ്രാർത്ഥനയല്ലേ? അതല്ലല്ലോ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അങ്ങനെ ശണ്ടയും കലഹവും ഉണ്ടാകുന്ന ഒരു അവസരം ഉണ്ടായാൽ അത് സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായ എവിടുത്തെ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? പ്രശ്നത്തിൽ ഇടപെടുന്നവരത് തീർക്കാനല്ല നോക്കുന്നത്, വഷളാക്കാനാണ് നോക്കുന്നത്. സോൾവ് ചെയ്യാനുള്ള ജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോടാരും പ്രാർത്ഥിക്കാൻ മെനക്കെടാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ല. ഇനി കിട്ടുന്നുണ്ടേ തന്നെ, യാചിക്കുന്നുണ്ടേ തന്നെ, യാചിച്ചിട്ടും കിട്ടുന്നില്ല. എന്തുകൊണ്ട് യാചിച്ചിട്ടും കിട്ടുന്നില്ല? അതിന്റെ കാരണമാണ് രണ്ടാമത്തെ വിഷയം. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാ കിട്ടാത്തത്? ഇത് കണക്റ്റഡ് ആണ് ഈ വിഷയങ്ങൾ കേട്ടോ. ഉള്ളിൽ കയ്പ് നിറഞ്ഞ ഈർഷ്യവും പിണക്കവും വെച്ചോണ്ടിരുന്നാൽ കലഹവും വഴക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കലക്കവും വഴക്കും ഉണ്ടായാൽ അത് പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതിന് ആവശ്യമായ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അത് കിട്ടുന്നില്ല. ഇനി പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അതാ രണ്ടാമത്തെ വിഷയം. പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ദേശം എന്താണെന്നറിയാമോ? അത് കിട്ടിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്റെ ലക്ഷ്യം എന്താ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എന്റെ ലക്ഷ്യം? ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു, അല്ലേ? അവിടെ ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അവിടെ ആ വല്ലാതെ യാചിക്കുക എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ശരി, പ്രാർത്ഥിക്കുന്നുണ്ട്, വല്ലാതെ ആ കാര്യം പറയുന്നുണ്ട്. ഇവിടുത്തെ വിഷയം ഏതാ? ഇവിടുത്തെ വിഷയം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ശണ്ടയും കലഹവും, ചെറിയ പ്രശ്നങ്ങൾ ചിലരുടെ ഇടയിലുണ്ട്, ചെറിയ വഴക്കുകളുണ്ട്. നിസ്സാര കാര്യത്തിന് വേണ്ടി ശണ്ടയും കലഹവും ഉണ്ടായിരിക്കുക. അതിന്റെ നടുവിൽ അത് സോൾവ് ചെയ്യാൻ ആവശ്യമായ ജ്ഞാനത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അതുകൊണ്ട് എന്റെ കാര്യം നടക്കണം. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നു. അപ്പൊ അവിടെ ഭോഗങ്ങളിൽ ചെലവിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവിടേണ്ടതിന്, എന്റെ സുഖത്തിനു വേണ്ടി. അപ്പം രണ്ട് പേര് തമ്മിൽ ഒരു ചെറിയ ചണ്ടയും കലഹവും ഒക്കെ ഉണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ട് ജ്ഞാനം കിട്ടുന്നില്ല എന്ന് പറയുന്നു. അടുത്ത് പറയാം, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചിട്ടും ഇതിനൊരു പരിഹാരം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ കാരണം? ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എങ്ങനെയാണ്? ദൈവമേ ആ പുള്ളിയോടൊന്ന് ഇടപെട്ടോണേ, എനിക്ക് കുഴപ്പമൊന്നും വരരുതേ. ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി കേൾക്കും? ഇല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മീഡിയാസിലൊക്കെ, ഫേസ്ബുക്കിലും ഇതിന് വാട്സപ്പിലും ഒക്കെ ഒത്തിരി ആളുകൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെയുള്ള കമന്റുകൾ പറയുന്ന മെസ്സേജുകളൊക്കെ ധാരാളം കേൾക്കാറുണ്ടല്ലോ, ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരാള് വേറൊരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ടു. രണ്ട് വിശ്വാസികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ രണ്ടുപേരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കതുകൊണ്ട് ഗുണം കിട്ടണമെന്ന, മറ്റേയാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേയാൾ അതുകൊണ്ട് ഗുണം കിട്ടണമെന്ന. ഇതിലേതാ ദൈവം കേൾക്കുന്നത്? ഏത് പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ യുദ്ധത്തെ കുറിച്ചൊക്കെ അതിനകത്ത് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇപ്പം അമേരിക്ക അല്ലെ ഇസ്രായേലും ഇറാനും ഒക്കെ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ രണ്ടിടത്തും വിശ്വാസികളുണ്ട്. ഈ വിശ്വാസികൾ അവിടെയുള്ളവർ പറയും ഈ രാജ്യത്തിനൊരു കുഴപ്പവും വരരുതേ, മറ്റിടത്തുള്ളവർ പറയും ഈ രാജ്യത്തിനൊരു കുഴപ്പവും വരരുതേ. ഇതിൽ ഏതാ ദൈവം കേൾക്കണ്ടേ? അപ്പൊ അവിടെയൊക്കെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? അവരവരുടെ കാര്യത്തിന് വേണ്ടിയേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ദൈവഹിതം എന്താണെന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. നമ്മളും വല്ലാതെ യാചിക്കുന്നുണ്ട്, പക്ഷേ ആ യാചനയിലെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭോഗങ്ങളിൽ ചിലവിടുക എന്നുള്ളതാണ്, സ്വാർത്ഥത. ഇതിന്റെ മറുപടി കൊണ്ട് എനിക്കിച്ച സുഖം കിട്ടണം,
എനിക്ക് ഇച്ചിരി പ്രയോജനം കിട്ടണം, എനിക്ക് ഇച്ചിരി ഗുണം കിട്ടണം, ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വല്ലാതെ യാചിക്കുന്നതുകൊണ്ടും പ്രയോജനമില്ല. ഇതിന് അപവാദമായി നല്ലൊരു ദൃഷ്ടാന്തം പഴയ നിയമത്തിലുണ്ട്. സമയമില്ലെങ്കിലും ഞാനത് ലളിതമായതുകൊണ്ടൊന്ന് പറയട്ടെ. ഹന്ന മക്കളില്ലാതെ നാളുകൾ വിഷമിച്ചു. പ്രതിയോഗിയായ ആ ഒരു സഹോദരി വളരെ പീഡിപ്പിച്ചെന്ന് വേണമെങ്കിലും പറയാം, മാനസികമായി അല്ലെ, വളരെ പീഡിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ദൈവസന്നിധിയിൽ ചെന്ന, ദൈവാലയത്തിൽ ചെന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്കൊരു മകനെ വേണമെന്നും പറഞ്ഞ്. ദൈവം പ്രാർത്ഥന കേട്ടു, മകനെ കൊടുത്തു. അങ്ങനെ ഒരു മകനെ കിട്ടിയാൽ ആദ്യം ഹന്നയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഹന്നയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയാം. ആദ്യം ആ കുഞ്ഞിനെ കൊണ്ട് ആരുടെ അരികിലോട്ട് പോകും? പെനീനയുടെ അരികിൽ ചെന്ന് പറയും, ഇത്രയും നാള് നീ എന്നെ കളിയാക്കി, നീ ഒന്ന് പറ, എനിക്ക് കിട്ടിയടി നല്ലൊരു കുഞ്ഞിനെ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ച, പരിഹസിച്ച പെനീനയ്ക്കൊരു മറുപടി പറയണം. അതാണ് ഇവിടെ നടക്കേണ്ടത്. ഇതാ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഹന്ന ചെയ്തത് എന്താണ്? ഹന്ന ചെയ്തത് ആ കുഞ്ഞിനെ കൊണ്ട് പെനീനയ്ക്ക് മറുപടി പറയാൻ പോയില്ല, ഉപദ്രവിച്ചവർക്ക് മറുപടി പറയാൻ പോയില്ല. ആ കുഞ്ഞിനെ കൊണ്ട് നേരെ ദൈവാലയത്തിലോട്ട് ചെന്നിട്ട് അവിടെ അങ്ങ് സമർപ്പിച്ചു. നീ തന്ന ഈ കുഞ്ഞിനെ, ഈ ബാലനെ ഞാനിതാ ദൈവാലയത്തിൽ സമർപ്പിക്കുന്നു. അതല്ലേ ശരിയായ പ്രാർത്ഥന? അതല്ലേ ദൈവം കൊടുത്ത മറുപടി? അപ്പൊ അവള് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ മനസ്സിലെ ലക്ഷ്യം എന്തായിരുന്നെന്ന് അറിയാമോ? ഇങ്ങനെ പ്രാർത്ഥന കേട്ടൊരു മറുപടി തന്നാൽ പെനീനയ്ക്ക് മറുപടി പറയാല്ല എന്റെ ലക്ഷ്യം, ഭോഗങ്ങളിൽ ചിലവിടുകയല്ല, എന്റെ സ്വാർത്ഥതയല്ല എന്റെ ലക്ഷ്യം, ഇതും ദൈവത്തിന് കൊടുക്കണം, ദൈവനാമത്തിന്റെ മഹത്വത്തിന് കൊടുക്കണം. അതായിരിക്കട്ടെ നമ്മുടെ യാചനകളുടെ പിന്നിലെ ലക്ഷ്യം. അപ്പൊ സ്വാർത്ഥത, ആത്മീയ അപക്വതയുടെ 2 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക. 2 എല്ലാത്തിനകത്തും സ്വാർത്ഥത. ഞാനത് വിശദീകരിക്കണ്ടല്ലോ അല്ലെ. സെൽഫിഷ്നെസ്, സ്വാർത്ഥത. ഏതെങ്കിലും ഒരു ചെറിയ നിലയിൽ ഇതില്ലാത്ത ആരെങ്കിലും കൂടി ഇരിപ്പുണ്ടോ എന്ന് സംശയിക്കണം അല്ലെ. അല്പമെങ്കിലും ഒക്കെ നമ്മുടെ ഉള്ളിലും സ്വാർത്ഥത കാണും. ആ വിഷയത്തിൽ നമ്മൾ വളരെ കരുതലോടെ ആത്മീയ പക്വതയുള്ളവരായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് 2 ഞാൻ ഒട്ടും വിശദീകരിക്കുന്നില്ല, സമയമായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. 3-ാമത്തേത് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. 3-ാമത്തെ വിഷയം ആത്മീയ അപക്വതയുടെ ഒരടയാളമാണ് ലോകസ്നേഹം എന്ന് പറയുന്നത്. ലോകസ്നേഹം അതെന്താണെന്ന് ധാരാളം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒറ്റ ദൃഷ്ടാന്തത്തിലൂടെ ഇങ്ങനെ പറയട്ടെ. അനേക പദവികൾ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാനുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. എന്നാൽ ക്രിസ്തുവിനെ കണ്ടതോടുകൂടി താൻ പറയുകയാണ്, ഇതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. മിസ്രയീമിന്റെ നിക്ഷേപങ്ങൾ മുഴുവനുണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ നിന്ന നിമിത്തം വേണ്ടെന്ന് വെച്ചു. ലോകസ്നേഹം അതെന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയാം. നമ്മൾ കർത്താവിനേക്കാൾ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ചാൽ ശരിക്ക് നമ്മൾ ദൈവത്തിന്റെ ആരാണ്? ശത്രുവാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞായറാഴ്ച വരുമ്പം പറയുന്നത് എന്താണ്? നമ്മൾ ദൈവമക്കളാണെന്ന്. പുറത്തോട്ടിറങ്ങി കർത്താവിനേക്കാൾ ലോകത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് എന്താ? ദൈവത്തിന്റെ ശത്രുവാണെന്ന്. അപ്പൊ 3-ാമത്തെ അടയാളം, അതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്, നിഗളം എന്ന് പറയുന്നത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിന്റെ ഒരു പ്രകടമായ തെളിവാണ്. 4-ാമത്തതോടെ പറഞ്ഞു ഞാൻ നിർത്താം. 4:11 സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവനത്രേ. അവിടുത്തെ ആശയം മാത്രം ഞാൻ പറയട്ടെ. ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വില കൽപ്പിക്കാത്തവൻ, ന്യായപ്രമാണത്തിന് വില കൽപ്പിക്കാത്തവൻ. ആത്മീക അപക്വതയുടെ 4 അടയാളങ്ങളാണ് ഞാൻ അധികം വിശദീകരിച്ചില്ല, നമ്മുടെ സമയത്തിന്റെ പരിധിക്കുള്ളിൽ മതി. അധികം വിശദീകരണമില്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ആത്മീക, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക, മനസ്സിലാകാനുള്ള ആത്മീയ പക്വതയുള്ളവരെ ഇവിടെ ഇരിക്കുന്നത്. ഇനിയും അതൊന്ന് പ്രാവർത്തികമായി വെളിപ്പെട്ടു വന്നാൽ മതി. എന്താ? 1, ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും വെച്ചുകൊണ്ട് നിസാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക. 2, സ്വാർത്ഥതയോടുകൂടി പെരുമാറുക. 3, ലോകസ്നേഹം ഉള്ളവരായിരിക്കുക. 4, ദൈവവചനത്തിന് വില കൽപ്പിക്കാതിരിക്കുക, വില കുറച്ച് കാണുക. ഇതെല്ലാം എന്താണെന്നാണ് ആ അധ്യായം പറയുന്നത്? ആത്മീയ അപക്വതയുടെ ലക്ഷണങ്ങളാണ്. ഇതാണ് യാക്കോബ് നമുക്ക് തരുന്ന ആഹ്വാനം. ആത്മീയമായി വളരുവാൻ, ഒപ്പം ആ വളർച്ചയ്ക്ക് ഒത്ത പക്വതയോടുകൂടി വളരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം